സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേപ്പർ പ്രഷർ വെറും ടെമ്പറേച്ചറിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ലിക്വിഡിനെ സംബന്ധിച്ചിട്ട് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്ന രണ്ട് ലിക്വിഡ്സ് ഡിഫറെൻ്റ് ആണെങ്കിലോ അപ്പോൾ വേപ്പർ പ്രഷർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി നോക്കും, നമ്മളൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ലിക്വിഡ് ഫേസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ വേപ്പറാക്കി മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ലിക്വിഡ് ഇത് ഓരോ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടോ സ്വാഭാവികമായിട്ടും. അതായത് ലിക്വിഡിലേക്ക് മാറ്റുന്ന സമയത്ത് എല്ലാ മോളിക്യൂൾസും അകന്ന് ഇങ്ങനെയല്ല നിൽക്കാൻ. ദാറ്റ് മീൻസ് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് പൊട്ടിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് വളരെ സ്ട്രോങ് ആണെന്ന് കരുതിക്കോ, ഭയങ്കര സ്ട്രോങ് ആണ്, പൊട്ടിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ കുറച്ച് വേപ്പേഴ്സേ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ കുറച്ച് വേപ്പേഴ്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കുറവായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്ത് വേപ്പിംഗ് പ്രഷർ അല്ല വേപ്പർ പ്രഷർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഒരു മോളിക്യൂൾസ് തമ്മിലുള്ള ഏതൊക്കെ തരത്തിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് നമ്മൾ ശരിക്കും ആക്ച്വലി ഇവിടെ പഠിക്കുക, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ. അപ്പോൾ ഫസ്റ്റത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഏറ്റവും പ്രയോറിറ്റി എന്നല്ല, ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കാറ്റയോൺസും ആനയോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് അയോൺ, ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ H2O ഡൈപോളാണ്. ഇങ്ങനെ H ഇങ്ങനെ ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് വരും, പിന്നെ Na പോസിറ്റീവ്. അപ്പോൾ ഒരു അയോണ് ഒരു ഡൈപോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ, അത് രണ്ടാമത്. മൂന്നാമതാണ് നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ടുള്ളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെള്ളമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇതാ ഹൈഡ്രജൻ ബോണ്ട്, അതാണ് ഹൈഡ്രജൻ ബോണ്ട്. പിന്നെ അതിന് ശേഷം വരുന്ന സ്ട്രോങ്ങർ ആയിട്ടുള്ള സംഭവമാണ് എന്ത്, ഡൈപോൾ ബോണ്ട്. അപ്പോൾ രണ്ട് ഡൈപോൾസ് തമ്മിലുള്ള ബോണ്ട്. പിന്നെ ഉള്ളത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. അതെന്താ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ H2O. ഓക്കെ, ഇതൊരു ഡൈപോളാണ്. Br ഇതൊരു ആക്ച്വലി ഒരു ഡൈപോൾ അല്ല. പക്ഷേ ഇവിടുന്ന് ഈ ഇത് ഓക്സിജൻ്റെ പ്രസൻസ് കാരണം ഇവിടെ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ മേ ബി പോസിറ്റീവ് വരും, അങ്ങനെ അത് പോസിറ്റീവ് വന്നിട്ട് ഇവിടെ നെഗറ്റീവ് വരും. അതാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ. പിന്നെയാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന വാൻഡർവാൽ ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെ വിളിക്കും ലണ്ടൻ ഫോഴ്സ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഡിസ്പേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സിലാണെങ്കിൽ മോളിക്കുലർ മാസിലായിരിക്കും നമ്മുടെ ഫോഴ്സ് കൂടാൻ. മോളിക്കുലർ മാസ് അഥവാ കൂടുതലാണെങ്കിൽ ആ ഡിസ്പേഴ്സൽ ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി നമ്മൾ കുറച്ച് അയോൺസ് അല്ല, നമ്മൾ കുറച്ച് ബോണ്ട്സ് എടുത്തിട്ടുണ്ട്. I2യുടെ ബോണ്ട്, Br2യുടെ ബോണ്ട്, Cl2യുടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാസ് I2 ആയതുകൊണ്ട് അയാൾക്കാണ് കൂടുതൽ ഡിസ്പേഴ്സൽ ഫോഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഓർഡർ അത് നമ്മൾ എന്തായാലും കെമിക്കൽ ബോണ്ടിങ് പഠിക്കും. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഇങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ശേഷം നമ്മളുടെ അയോൺ ഡൈപോൾ ബോണ്ടാണ്. അയോൺ ഡൈപോളിന് ശേഷമാണ് നമ്മളെ ഹൈഡ്രജൻ ബോണ്ട്, അതിന് ശേഷം ഡൈപോളും, പിന്നെ ഡൈപോൾ ഇൻഡ്യൂസ്ഡ്, പിന്നെ വാൻഡർവാൽ ഫോഴ്സസും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ഈ ഒരു ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയില്ല. ആക്ച്വലി നമുക്ക് സൊല്യൂഷൻസ് എന്ന ചാപ്റ്റർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി, ഡൈപോൾസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആയിരിക്കും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. പോളാർ മോളിക്യൂൾസ് ആയിരിക്കും അപ്പോൾ കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണിക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പോളാർ മോളിക്യൂൾസിലാണ് കുറവ് എന്ത് വേപ്പർ പ്രഷർ, കാരണം അത് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. H2O CHCl ക്ലോറോഫോമും തമ്മിലുള്ള വേപ്പർ പ്രഷറിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് H2Oയിൽ എന്ത് ബോണ്ടാണെന്ന് അറിയാം, ഇറ്റ്സ് ഹൈഡ്രജൻ ബോണ്ട്. ഇനി CHCl3യിലാണെങ്കിലോ CHCl3യിൽ ദാറ്റ് ഈസ് ഡൈപോൾ ബോണ്ടാണ്. ഡൈപോൾ ബോണ്ടാണ്. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ബോണ്ടാണ് കൂടുതൽ സ്ട്രോങ്ങർ. അപ്പോൾ ആർക്കാണ് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് H2O ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് CHCl3. ഇതിന് നേരെ ഓപ്പോസിറ്റ് റിലേഷനാണ് എന്ത് വേപ്പർ പ്രഷർ ഉള്ളത്. അപ്പം വേപ്പർ പ്രഷർ ഓഫ് CHCl3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ ഓഫ് H2O എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അറ്റ് ദി സെയിം ടെമ്പറേച്ചർ എന്നുള്ള കാര്യം പറയണം. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു ചോദ്യമാണ് ചിലപ്പം മെയിൻസിൽ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ക്ലോറോഫോമിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുകയാണ്, ക്ലോറോഫോം ഹാസ് ഗ്രേറ്റർ വേപ്പർ പ്രഷർ ദാൻ H2O. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? അപ്പോൾ നമ്മൾ പറയും ഓക്കെ ശരി, ക്ലോറോഫോമിന് ഡൈപോൾ ബോണ്ടാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് മേ ബി കുറച്ച് വീക്ക് ഫോഴ്സ് ആണ്, അപ്പോൾ കൂടുതൽ വേപ്പർ പ്രഷർ ട്രൂ എന്ന് പറയും. പക്ഷെ അത് പറയാൻ കഴിയില്ല. മേ ബി ക്ലോറോഫോമിലുള്ള ടെമ്പറേച്ചർ വളരെ കുറവാണ്. അതേപോലെ ഹൈഡ്രജൻ ബോണ്ടുള്ള വെള്ളത്തിന് കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ബോണ്ട് വരെ പൊട്ടും. പക്ഷേ ക്ലോറോഫോം ഓൾറെഡി ഇങ്ങനെ പൊട്ടുന്നില്ല, കാരണം ചെറിയ ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ എവിടെ ആക്ച്വലി കൂടുതൽ വേപ്പർ പ്രഷർ ഉള്ളത്? വാട്ടറിനാണ്. അപ്പോൾ മേ ബി വാട്ടറിനും കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടാവുക, പ്രൊവൈഡഡ് ദാറ്റ് ദി ടെമ്പറേച്ചേഴ്സ് ആർ നോട്ട് സെയിം. പക്ഷേ ഒരു കോൺസ്റ്റന്റ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ക്ലോറോഫോമിനാണ് കൂടുതൽ വേപ്പർ പ്രഷർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മൾ മെയിൻ ശരിക്കുള്ള ലിക്വിഡ് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ്, നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക്
ഞാനൊരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾ ഒരു സോൾവെൻറ്റിലേക്ക് ഒരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഡ് ചെയ്യണം. അപ്പോൾ നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതെ, നോൺ വോളട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസസ് ആയിട്ട് അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് കൺവേർട്ട് ആവാത്ത തരത്തിലുള്ള സൊല്യൂട്ടിനാണ് നമ്മൾ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ സോൾവെൻറ്റ് വേപ്പർ ഫേസിലേക്ക് കൺവേർട്ട് ആകും. അപ്പോൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ സോൾവെൻറ്റ് നമുക്ക് സാധാരണ സോൾവെൻറ്റ് മാത്രം ഒരു ടിന്നിൽ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്യാസസ് ആയിട്ട് മാറി അങ്ങനെ ഗ്യാസസ് സാച്ചുറേറ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വേപ്പേഴ്സ് സാച്ചുറേറ്റ് ചെയ്യും, അങ്ങനെ അവിടെ വേപ്പർ പ്രഷർ ഉണ്ടാക്കും. അതിപ്പം വോളിയം മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് തമ്മിലാണ് ഈ പറഞ്ഞ സോൾവെൻറ്റ് അതായത് ലിക്വിഡും അതേപോലെ വേപ്പറും തമ്മിലൊരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറാണ് നമ്മുടെ വേപ്പർ പ്രഷർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് KPക്ക് ഈക്വലാണ് നമ്മുടെ വേപ്പർ പ്രഷർ അല്ലേ. നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈക്വലാണ് വേപ്പർ പ്രഷർ. കാരണം നമ്മൾ ലിക്വിഡ് ഫേസിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുക്കും. പ്യുവർ ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുക്കും. അത് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം വേപ്പർ പ്രഷർ തന്നെയാണ്. കാരണം വോളിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ KP ആൻഡ് KP ഈസ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് നമ്മളൊരു സൊല്യൂട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വെച്ചിട്ട് ഇവിടെ ആകെ എയറിലേക്ക് നല്ല ഇവിടെ ആകെ ഗ്യാസസ് ഫോമിലേക്ക് ആരാ വരുന്നത്? ജസ്റ്റ് സോൾവെൻറ്റ് പാർട്ടിക്കിൾസ്, ബിക്കോസ് സൊല്യൂട്ട് നോൺ വോളട്ടൈൽ. അപ്പോൾ ഇവിടെയും സെയിം തന്നെ വേപ്പർ പ്രഷർ ആവേണ്ടേ എന്ന് ഡൗട്ട് ഉണ്ടാകും. ഇല്ല, കാരണം എന്താ, ഇവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം അല്ല, അത് സൊല്യൂഷൻ അതേപോലെ വേപ്പർ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ ഇതിൻ്റെ KP ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാൻ? വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡയറക്റ്റ് 1 ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആണെന്ന കാര്യം മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു സോൾവെൻറ്റ് പാർട്ടിക്കളുടെ മുകളിലേക്ക് ഒരു നോൺ വോളട്ടൈലിലെ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഡിഫറെൻ്റ് ആവുന്ന കാര്യം മനസ്സിലായി. ഇനി കുറയോ കൂടുമോ എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട്. അപ്പം ആക്ച്വലി ശരിക്കും കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഗസ് അടിച്ചുവിടും അല്ലേ കുറയുന്ന. ഇനി എന്തുകൊണ്ടാണ് കുറയുന്നതെന്നല്ല, 2 റീസൺസ് ഉണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഈ പറഞ്ഞ സർഫസിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും. ഇതായി ഇപ്പം ഇവിടെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ സൊല്യൂഷനിൽ കുറേ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഈ സർഫസിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും. സർഫസിൽ പോയിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ സർഫസിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസിന് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലല്ലാത്തത് കൊണ്ടാണ് അത് മെല്ലെ ഗ്യാസസ് ഫോമിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ സർഫസിൽ ഉണ്ടാകുന്ന കൂടുതൽ സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് കൂടുതൽ സർഫസിലുണ്ടെങ്കിൽ കൂടുതൽ വേപ്പർ പ്രഷർ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോൺ വോളട്ടൈൽ സൊല്യൂട്ടും കൂടി ആഡ് ചെയ്തതുകൊണ്ട് സർഫസിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഉണ്ടാവും, സോൾവെൻറ്റ് പാർട്ടിക്കിൾസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സർഫസിൽ ഉണ്ടാകുന്ന സോൾവെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞ് അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയാം. അത് ഒന്നാമത്തെ റീസൺ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടും അതേപോലെ സോൾവെൻറ്റും തമ്മിൽ പല രീതിയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയും അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ ഈ 2 കാരണത്താലാണ് ആക്ച്വലി വേപ്പർ പ്രഷർ കുറയും. ഇനി നമ്മൾ ഇതിനെ കുറയാ കൂടെയൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ന്യൂമറിക്കൽ അനാലിസിസ്, എങ്ങനെയാണ് ഇതിന് ശരിക്കുള്ള വാല്യൂ എങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവാപ്പറേഷൻ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്തായിരിക്കും? ജസ്റ്റ് ഗസ് അടിച്ച് നോക്ക്. സോൾവെൻറ്റ് എത്രയുണ്ടോ അത്രയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. സോ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മളിവിടെ സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മൊളാരിറ്റിയിലൊന്നല്ല, മോൾ ഫ്രാക്ഷനിലാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനൊരു കോൺസ്റ്റൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് K1 എന്ന് കൊടുത്തു. ഇനി റേറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ വിചാരിച്ച് നോക്ക്, അവിടെ കൂടുതൽ വേപ്പർ പ്രഷർ നിങ്ങൾ വെച്ചോ, വേപ്പർ പ്രഷർ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ഒരു സൊല്യൂഷനെ സംബന്ധിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം സൊല്യൂട്ട് ഒരിക്കലും പറഞ്ഞിട്ട് വേപ്പർ ആവില്ലല്ലോ, ബിക്കോസ് ഇറ്റ്സ് നോൺ വോളട്ടൈൽ. ഇനി കണ്ടൻസേഷൻ ആണെങ്കിലോ, കണ്ടൻസേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിനെ കോൺസ്റ്റൻറ്റ് K2 എന്ന് വിളിച്ചു. ഇനി ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ, ദാറ്റ് മീൻസ് എക്സ് സോൾവെൻറ്റ് ഇൻറ്റു K1 ദാറ്റ് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു PS. സോ K1 ബൈ K2 ഇൻറ്റു എക്സ് സോൾവെൻറ്റ് ആയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു PS. PS ഈസ് ഈക്വൽ ടു ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് K1 ബൈ K2 അതിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടെത്തണം. അപ്പോൾ ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇഫ് എക്സ് സോൾവെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1, എക്സ് സോൾവെൻറ്റ് 1 ആണെങ്കിൽ ഈ പറഞ്ഞ PS സൊല്യൂഷൻ എക്സ് സോൾവെൻറ്റ് 1 മീൻസ് ഈ കംപ്ലീറ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ്റെ ഉള്ളിൽ വെറും സോൾവെൻറ്റേ ഉള്ളൂ എന്നാണ്.
അതിൻ്റെ അർത്ഥം വെറും സോൾവെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പി നോട്ട് എന്നല്ല. പി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ സോൾവെൻറ്റിൻ്റെ പ്യൂർ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ. സോ പി നോട്ട് ഇസ് ഇക്വൽ ടു K1/K2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ K1 K2യുടെ ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ പി നോട്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ദാറ്റ് മീൻസ് പി എസ് ഇസ് ഇക്വൽ ടു പി നോട്ട് ഇൻറ്റു എക്സ് സോൾവെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, റാവുൾസ് ലോയുടെ. ഇത് മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ട് നമുക്കറിയാം 1 മൈനസ് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഇസ് ഇക്വൽ ടു സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി റിലേറ്റീവ് ലോവറിംഗ് ആണെങ്കിലോ ഇവിടുന്ന് ജസ്റ്റ് പി ഇങ്ങനെ ഇതാക്കി, റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറഞ്ഞാൽ പി നോട്ട് ഇനീഷ്യലായിട്ട് എത്ര ഉണ്ടായിരുന്നു, പിന്നെ സൊല്യൂട്ട് പാർട്ടിക്കിൾ ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ബൈ ഇനീഷ്യൽ എത്ര ഉണ്ട്, അതാണ് റിലേറ്റീവ് ലോവറിംഗ്. അതെന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് മെയിൻ ബേസിക് ഇക്വേഷൻസ്. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഈസ് 20 torr while that of dilute solution is 17. Find the mole fraction of the solvent. Okay, സൊല്യൂഷൻ്റെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 17 torr. So we know P is equal to P naught into X solvent. PS that is 17 is equal to P naught that is pure solvent. Vapor pressure of solvent is 20. That means 20 into X solvent. X solvent is equal to 17 by 20. That is equal to 0.85 done. Now 2002 solution A and B. രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, എ ആൻഡ് ബിയും. ഓക്കെ, കെയിൻ ഷുഗർ. ഓക്കെ, അപ്പം കെയിൻ ഷുഗറും വെള്ളത്തിലേക്ക് നമ്മൾ സൊല്യൂട്ടായിട്ട് ആഡ് ചെയ്യുന്നത് കെയിൻ ഷുഗറിനെയാണ്. ഓക്കെ, ഇൻ സൊല്യൂഷൻ എ മോൾ ഫ്രാക്ഷൻ ഓഫ് കെയിൻ ഈസ് 0.1. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ നമുക്കൊരു കാര്യം ആദ്യം പറയേണ്ടത് വെച്ചാൽ പി എസ് ഇസ് ഈക്വൽ ടു ഈക്വേഷൻ ഓർമ്മിക്കുക, പി നോട്ട് ഇൻറ്റു കൈ സോൾവെൻറ്റ്. അപ്പം നമ്മൾ സൊല്യൂഷൻ എയിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ 0.1, അപ്പോൾ എത്ര മോൾസ് ഓഫ് കെയിൻ ഷുഗർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുക? നമുക്കറിയാം, ഞാൻ ഇങ്ങനെ എഴുതും, 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 1/1 + 9 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് മോൾസ് ഓഫ് കെയിൻ ഷുഗർ അല്ലേ. എനിവേസ് അതൊന്നും ആവശ്യമില്ല, നമുക്ക് എന്താ സോൾവെൻറ്റിൻ്റെ അല്ല വേണ്ടത്, കെയിൻ ഷുഗറിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്കിൽ 0.1. അപ്പം സോൾവെൻറ്റിൻ്റെ ഇത് 0.9 ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും പി എസ് ഇസ് ഈക്വൽ ടു പി നോട്ട് ഇൻറ്റു 0.9. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കേസ് സൊല്യൂഷൻ ബിയുടേത് 1 മോളാലാണ് പറയുന്നത്. സൊല്യൂഷൻ ബി ഈസ് 1 മോളാർ. 1 മോളാർ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് സൊല്യൂട്ട്. ഓഹോ, ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ, നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ 1000 gram ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ 1000 gram ഓഫ് സോൾവെൻറ്റ് നമുക്ക് എന്താ മോൾ ഫ്രാക്ഷൻ സോൾവെൻറ്റ് വേണ്ടത്. സോ അതിൽ നിന്നിട്ട് നമുക്ക് മോൾസ് 1000 / 18 നമുക്ക് അതിൻ്റെ മോൾസ് കിട്ടും. സോ 1000 / 18 ഡിവൈഡ് ബൈ മോൾ ഫ്രാക്ഷൻ അല്ല, അപ്പോൾ 1000 / 18 + 1. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 0.9 വലുതാണ്. അതുകൊണ്ട് സൊല്യൂഷൻ ബിക്കാണ് എന്ത് കൂടുതൽ, സ്വാഭാവികമായിട്ടും. കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് വേപ്പർ പ്രഷറും കൂടും. സോ സൊല്യൂഷൻ ബി ഹാസ് ഹയർ വേപ്പർ പ്രഷർ. ഇനി മിക്സ്ചർ ഓഫ് വോളട്ടൈൽ സൊല്യൂട്ട്. ഇനി അടുത്ത നേരത്തെ നമ്മൾ നോൺ വോളട്ടൈൽ സൊല്യൂട്ടാണ് ആഡ് ചെയ്ത്, ഇപ്രാവശ്യം നമ്മൾ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോവാണ്. വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് എന്താ വ്യത്യാസം? ജസ്റ്റ് ഇവിടെ ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ വിചാരിച്ചു നോക്കും, പി ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ. ഇവിടെ ഈ ചങ്ങായി കാരണം എ കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ പ്ലസ് ബി കാരണം എന്ന വേപ്പർ പ്രഷർ. ആൻഡ് വി നോ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി നോട്ട് ഇൻറ്റു എക്സ് എ പ്ലസ് പി നോട്ട് ഇൻറ്റു എക്സ് ബി. എക്സ് ബി എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ആയി. ഇനി ഇവിടെ ഒരു കാര്യം പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ അല്ലെങ്കിൽ എന്താ സോളിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സോൾവെൻ്റ് ആയിരിക്കും. അപ്പോൾ സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്താണോ അല്ലെങ്കിൽ ഫേസ് എന്താണോ അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ്റെ ഫേസ്. ഓക്കെ, പിന്നെ ആരാണ് സോൾവെൻറ്റ് സൊല്യൂട്ട് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആരുടെ അളവാണോ കൂടുതലുള്ളത് അയാളാണ് സോൾവെൻറ്റ്, ആരുടെ അളവാണോ കുറവുള്ളത് അയാളാണ് സൊല്യൂട്ട്. ഡൺ. നമ്മൾ ഈ പറഞ്ഞ ഈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഒന്നും ശരിക്കും ഇതാരും പഠിപ്പിക്കുകയൊന്നുമില്ല, പക്ഷേ നമ്മൾ സാർ ആയതുകൊണ്ട് പഠിപ്പിച്ചു തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ ഇത്ര ഈ രീതിയിൽ ചിന്തിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നു. ജസ്റ്റ് പി എസ് ഇക്വൽ ടു പി നോട്ട് ഇൻ എക്സ് സോൾവെൻറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി.